നമസ്കാരം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയ പ്രദർശനം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. പൂരം എത്രത്തോളം ഒരു തവണ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചമയ പ്രദർശനം നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ആദ്യം വന്നിട്ടുള്ള തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കാണാൻ വേണ്ടിയിട്ടാണ്, കൗസുമ ഹാളിൽ വിത്ത് അലിസ ബേബി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വന്നിട്ട് വിളിക്കാം. അങ്ങനെ നമ്മൾ തിരുവമ്പാടിയുടെ ചമയപ്രദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പോലീസുകാരും അതുപോലെ തന്നെ എമർജൻസി സർവീസുകളും എല്ലാം വെച്ചിട്ട് നല്ല ഫുൾ സെറ്റിലാണ് അവർ ഈ ചമയപ്രദർശനം നടത്തുന്നത്. പിന്നെ അവർക്ക് സംഭാവനകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പൂരം നടത്താനുള്ള ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത യാത്ര പാറമേക്കാവിൻ്റെ ചമയപ്രദർശനം കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇനി പാറമേക്കാവിൻ്റെ ചമയപ്രദർശനം കാണാൻ വേണ്ടി പോവാണ്. ഓട്ടോറിക്ഷയിൽ പോയിട്ടില്ല. നമ്മൾ തിരുവമ്പാടിയുടെ ചമയപ്രദർശനം കണ്ടു. ഞാനിതുവരെ ചമയപ്രദർശനം കാണാൻ വന്നിട്ടില്ല. ഇന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നാളെ ഇനി പൂരത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇനി പാറമേക്കാവിൻ്റെ ചമയപ്രദർശനം നടക്കുന്ന അഗ്രഹാരത്തിലേക്കാണ് പോണത്. നേരെ അങ്ങോട്ട് ഓട്ടോ വിളിച്ച് പോകും. നമ്മളങ്ങനെ പൂരം നഗരിയിൽ വന്നിരിക്കുകയാണ്. റൗണ്ടിലോട്ട് കയറി. ഇവിടേക്കൊക്കെ നാളെ ഇനി ഇവിടെ ഒന്നും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ റൗണ്ടിലോട്ട് ഓട്ടോ വിളിച്ച് വന്നിരിക്കുകയാണെന്ന്. ഇവിടെയെല്ലാം നാളെ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളായിരിക്കും ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ്. ഇവിടേക്കുള്ള ട്രാഫിക് എല്ലാം നാളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ചമയപ്രദർശനം കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ ഈ വഴിക്കൊന്നും കാറൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പൂരത്തിൻ്റെ ജനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറും ഇവിടെയെല്ലാം.
നമ്മൾ പാറമേക്കാവ് അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ്, അവരുടെ ഓഡിറ്റോറിയത്തിലാണ് ചമയ പ്രദർശനം. ഇവിടെ നേരെ കണ്ടു കഴിഞ്ഞാൽ വടക്കുന്നാഥൻ എക്സിബിഷൻ സെൻറ്റർ. നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ പക്ഷെ തിരക്കുണ്ട് കേട്ടോ. തിരുവമ്പാടിനോട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. പോലീസുകാരൊക്കെ അടുത്ത ഡ്യൂട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നാളെ അവർക്കൊക്കെ നല്ല കട്ടപ്പണിയാണ്. പാറമേക്കാവ് ചമയ പ്രദർശനം 2024 നല്ല രസമായിട്ട് അവർ അതിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ബിസിയാണ്. ഇത് 15 ആനകളുടെ ഒരു മിനിയേച്ചർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനം കാണാം. കാണാം ഇവര് കൊറേ ഇറക്കിണ്ടോ? തിരുവമ്പാടിൽ എത്ര ഉണ്ടായിരുന്നില്ല. പൂരത്തിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളിലാണ് നമ്മൾ നിൽക്കണേ കേട്ടോ. പൂരത്തിൻ്റെ നാളെ പൂരത്തിനെ എഴുന്നള്ളിക്കേണ്ട ആനകളൊക്കെ ഇവിടെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയത്. ഒരുത്തിനോടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ ആനകളായിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തുകയാണ്. ഞാൻ ഇതിന് മുന്നേ രാമേന്ദ്രൻ, തെച്ചിക്കോട് രാമേന്ദ്രൻ, ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരാമംഗലം സ്കൂളിൻ്റെ അടുത്ത് ഇങ്ങനെ ആനേനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ പഠിക്കുന്ന കാലത്ത്. ഇവിടുത്തെ ഏതോ ആനയുടെ പേര് എനിക്കറിയില്ല, ഏതോ ആനേനെ ഇവിടെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ട് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ കുളിപ്പിച്ച് നിർത്തിയിട്ടും ഇനി കുളിപ്പിക്കാനുള്ള ആനകളൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. പാപ്പാന്മാരും എല്ലാവരും പാറമേക്കാവിൻ്റെ എഴുന്നള്ളിപ്പിന് ഉള്ള 15 ആനകളിലെ കുറച്ച് ആനകളെയാണ് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടുള്ളത്. ആളുകൾക്ക് ഇതെല്ലാം ഒരു നല്ല കാഴ്ചകളാണ്. ഇവരുടെ ഫിറ്റ്നസ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും ഉഷാറായിട്ട് നിൽക്കുന്ന ആനകളാണ്. ഇനി ഇവരെല്ലാവരും നാളെ അണിയിച്ചൊരുക്കി നാളെ പൂരപ്പറമ്പിലേക്ക് കാണാൻ പറ്റും. അങ്ങനെ നാളെ ജനനിബിഡമാവാൻ പോകുന്ന പാറമേക്കാവ് അമ്പലത്തിൻ്റെ മുന്നിൽ ആണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചമയ പ്രദർശനം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനത്തിന് ഞങ്ങൾ കയറുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അധികം തിരക്കില്ല. അലിസ്റ്റ് ബേബി നിങ്ങൾ ആനേനൊക്കെ കാണിച്ചു. ഇനി നാളെ പൂരക്കാഴ്ചകളാണ്. പൂരത്തിന് നാളെ എങ്ങനെയാണ് വരിക എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ പ്രോമിസ് ചെയ്യുന്നില്ല. ഞാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കവർ ചെയ്യുന്നതാണ്. അങ്ങനെ തൃശ്ശൂർ പൂര നഗരയിൽ നിന്നും ചമയ പ്രദർശന കാഴ്ചകളുമായി നമ്മുടെ വീഡിയോ ഇന്നിവിടെ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ വരാം. എല്ലാവർക്കും ബൈ ബൈ.